അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളാണ്. നമ്മൾ രാവിലെ തന്നെ ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എടുത്ത് വയ്ക്കാം ആദ്യം. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഒരു സ്റ്റവിൽ നമ്മൾ പാലൊഴിച്ച് ചായക്ക് വെള്ളം വയ്ക്കാം. ഇന്നലെ അപ്പത്തിന് അരി അരക്കാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് പൊടിയുണ്ട്. ആ പൊടി എടുത്തിട്ട് അപ്പം ചൂടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇന്നും പച്ചരി വെള്ളത്തിലിടുന്നുണ്ട്. പിന്നെ ഈ പൊടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്നലെ ഇട്ടിട്ടില്ല രാത്രി. എന്നാലും അപ്പച്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഈ മാവൊക്കെ ഒന്ന് കലക്കി കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് കലക്കി വെക്കാം. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒന്ന് എണ്ണ തേച്ചിട്ട് ഒഴിക്കാം. അപ്പം ചുട്ട് കഴിയുമ്പോൾ നമുക്ക് കറിക്കുള്ളതൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഒരു സവാള, 2 തക്കാളി, മമ്പയർ വെള്ളത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി മമ്പയറാണ്. രാവിലെ കടിക്ക് നമ്മൾ മമ്പയർ കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് രാത്രി വെള്ളത്തിട്ടിട്ടുണ്ട്. കുറച്ചുണ്ടാക്കണുള്ളൂ. രാത്രി വെള്ളത്തിട്ട് വെച്ച മമ്പയർ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. നാളെ നമുക്ക് നോമ്പാണ്. ഇന്നും കൂടിയുള്ളൂ നമ്മുടെ ഈ ഉച്ചക്കലെ കുക്കിംഗ് വിശേഷങ്ങൾ. നാളെ ഇനി വൈകുന്നേരത്തായിരിക്കും. ഇനിയിപ്പോൾ ഒരു മാസത്തിന് നമുക്ക് ഉച്ചയ്ക്ക് കുക്കൊന്നും ചെയ്യണ്ട. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ചുടൽ കഴിഞ്ഞ് നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചത് തിളച്ച് നമ്മൾ അരിയിട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം. രണ്ട് വിസിൽ മതി. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മമ്പയറല്ലേ, ഇപ്പോൾ 2 വിസിൽ മതി. അര പകുതി ഭാഗമേ നമ്മൾ എടുക്കണുള്ളൂ. എന്താ പറയുക, അര കഷ്ണം എടുക്കണുള്ളൂ സവാള. കുറച്ച് കറി വെക്കാനല്ല, അപ്പം അത്രയും മതി. നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഒരു തക്കാളിയും പകുതി സവാളയും 2 പച്ചമുളകും. ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മമ്പയർ. ഇങ്ങനെ കറി വെച്ച് നോക്കിട്ടോ നിങ്ങൾ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച്, ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സവാളയും പച്ചമുളകും നല്ലോണം വഴറ്റാം. അപ്പോൾ നല്ല വഴറ്റിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലിട്ട് ഒന്നുകൂടെ നല്ലോണം വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കിഴങ്ങ് മുറിച്ച് അതിലിടുന്നുണ്ട്. നമ്മൾ മമ്പയർ വേവിക്കാൻ വെച്ചപ്പോൾ കിഴങ്ങിട്ടിട്ടില്ല. അപ്പോൾ നമ്മളത് ഇതിലാണ് ഇടുന്നത്. ഇതിലിട്ടിട്ട് നല്ലോണം വഴറ്റി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കിഴങ്ങ് വേവിക്കുന്നത്. ഇനി തക്കാളി
തക്കാളി മുറിച്ചിട്ടും കൂടി ഇട്ട് നല്ലോണം കുറച്ച് നേരം ഒന്ന് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് സിമ്മിൽ ഇട്ട് വേവിക്കാം. അപ്പം നമ്മുടെ അരി വെന്തിട്ടില്ല. ഇതിപ്പോൾ ഇപ്പോഴൊന്നും വേവില്ലാന്ന് തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ റേഷൻ അരി അല്ല. നമ്മുടെ റേഷൻ അരി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ച് വേവിക്കാം. പക്ഷേ ഇത് ഒരു നടക്കൊന്നും വേവണ ലക്ഷണമില്ല. അപ്പോൾ നമുക്കിത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ തൽക്കാലം നമ്മളിത് റൈസ് കുക്കറിൽ, ഞാനിങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറില്ല. റേഷൻ അരി അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. പക്ഷേ ഈ റേഷൻ അരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി അത്ര പെട്ടെന്ന് വേവണില്ല. അപ്പോൾ അത് റൈസ് കുക്കറിലിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ മമ്പയർ എടുക്കാം. അത് വിസിൽ വന്നിട്ടുണ്ട്, ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. മമ്പയർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊന്ന് എടുത്ത് വേറെ പാത്രത്തിലെടുത്ത് വയ്ക്കാം. വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് ചീനച്ചട്ടിയിൽ ഒഴിച്ച് തിളപ്പിക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ എടുത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് അരക്ക, അതായത് നമ്മൾ കടിക്കൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ്. മറ്റേതിങ്ങനെ വെള്ളം പോലെ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നമ്മളിതിൽ ചേർക്കുന്ന സമയത്ത് അപ്പോൾ കറിക്കൊരു കട്ടി ഉണ്ടാവും, വെള്ളം പോലെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി നമ്മൾ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ കടിക്കായിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഇനി ചോറിനും ഇത് കൂട്ടാം. പക്ഷേ നമുക്ക് ചോറിന് മീൻ കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് തൽക്കാലം കടിക്ക് മാത്രമായിട്ടാണ്, നമ്മൾ ദോശയ്ക്ക് മാത്രമായിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂടെ നല്ലോണം ഒന്ന് വഴറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മമ്പയർ എടുത്ത് വെച്ച് മമ്പയർ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ച് എടുക്കാം. നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി അരച്ചത് അതിൽ ചേർക്കാം. നമ്മൾ ആദ്യമേ അതിൽ കുക്കറിലുണ്ടായിരുന്ന കറി അത് ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഈ അരച്ചതും കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല കട്ടിയായി കുറുന്നനെ കിട്ടും നമുക്ക്. അപ്പം കറിയുമായി ഇനി നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിലുള്ള നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അയൽവക്കത്ത് നിന്ന് കുറച്ച് കറിവേപ്പിൻ്റെ ഇല വാങ്ങിച്ചിട്ട് വരാം. കറിവേപ്പിൻ്റെ ഇല ഇല്ല, നമ്മൾ അയൽവക്കത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് കറിവേപ്പിൻ്റെ ഇല ഉള്ളത്. അപ്പം നമ്മൾ ചോദിച്ചു നോക്കാം അവിടെ ആരാ ഉള്ളത്, അവിടെ അവരുണ്ടോ, ആരാ ഉള്ളതെന്ന് അറിയില്ല. നമുക്കൊന്ന് പോയിട്ട് ചോദിച്ചിട്ട് പറിച്ചിട്ട് വരാം. ഇതാണ് അവരുടെ വീട്. എന്തായാലും കറിവേപ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രിക്കൊക്കെയുള്ള പട്ടാണിയാണ്. ഇന്ന് രാത്രിയത്തെ ഫുഡ് പട്ടാണിയാണ്. അപ്പോൾ പട്ടാണി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ അത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് രാത്രി എടുക്കാം. ഇപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള കറിക്കുള്ളത് എടുക്കാം. ഇതിൻ്റെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ വരുന്നത്. ചോറ് വെന്തു, അത് നമ്മൾ ഊറ്റി വെച്ച് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. ചെറിയ മത്തിയാണ്, അതെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ മീൻ അമ്മോനാണ് കൊണ്ടുവരിക കേട്ടോ, ഉമ്മാൻ്റെ ആങ്ങള. അപ്പോൾ ഞാനൊന്ന് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അപ്പോൾ അമ്മോൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്നും കൂടിയല്ലേ ഉള്ളൂ, നാളെ തൊട്ടിപ്പോൾ മീനൊന്നും കൊണ്ടുവരില്ലല്ലോ, ഒരു മാസത്തിന് ഇനി മീനൊന്നും കൊണ്ടുവരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ആയിക്കോട്ടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 50 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിയും വയ്ക്കാം. പിന്നെ കുറച്ച് നല്ലോണം ചെറുതാണ്. അപ്പോൾ ഈ ചെറിയ മീൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ചെറുതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെല്ലാം ആക്കുന്ന നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അതൊന്ന് കഴുകിയും വെക്കാമെന്ന് വിചാരിച്ച്. നമ്മുടെ പാത്രം കഴുകലാണ് തീരാത്തത്.
അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നാക്കി ഇനി അത് നമുക്കൊന്ന് വരിഞ്ഞ് പകുതി കുറച്ചെടുത്ത് കറി വെക്കാം, കുറച്ച് നമുക്ക് പൊരിക്കാൻ വെക്കാം. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വരിഞ്ഞ് വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ കൂട്ടി നമുക്ക് വെക്കാം. മസാല കൂട്ടി ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് കറിയും വയ്ക്കാം. അപ്പോൾ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വെളുത്തുള്ളി നമ്മുടെ തീർന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കണില്ല. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടണുള്ളൂ. പിന്നെ കോൺഫ്ലവർ മാവ് ചേർത്തിയാലും ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നല്ല നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടൂലേ മീൻ വറുത്തത്, അതേപോലെ ഉണ്ടാവും കോൺഫ്ലവർ മാവൊക്കെ ചേർത്ത്. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, അത് മാത്രം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുത്താലും നന്നായിട്ടുണ്ടാവും. വിനാഗിരി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്താലും. അപ്പോൾ നമ്മളവിടെ വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇനി നമുക്ക് മീനിനുള്ള സവാളയും തക്കാളിയും ഒക്കെ കുറച്ച് വെക്കുന്നുള്ളൂ. നമുക്ക് കുറേ വേണ്ട, ഇന്നത്തേയും കൂടി ഉള്ളൂ. നാളേക്കൊക്കെ പിന്നെ ഇതൊക്കെ വേസ്റ്റായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നാളെയും കൂടെ കഴിക്കായിരുന്നു. പക്ഷേങ്കിൽ നാളെ നോമ്പായതുകൊണ്ട് അതൊന്നും നടക്കൂലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചീനച്ചട്ടിയിലിട്ടിട്ടുണ്ട്. ഒരടുപ്പത്ത് നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചു. ഇനി അടുപ്പത്ത് നമ്മൾ സവാളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടൊന്ന് നല്ലോണം വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഈ എണ്ണയിൽ മീനിടുമ്പോൾ ഭയങ്കര ഇതാട്ടോ, എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ അത് ആ കണ്ണ് പൊട്ടിത്തെറിക്കും, നമ്മുടെ മേത്തൊക്കെ ആവും. അപ്പോൾ ഞാൻ കുറച്ച് വിട്ട് നിന്നിട്ടാണ് ഈ മീൻ വറുക്കാനിടുക. മീൻ വറുക്കാനിടുന്നത് മാത്രം ഇപ്പോഴും എനിക്ക് പേടിയാണ്. പിന്നെ ഒറ്റ ടൈമിൽ തന്നെ വറുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരേ ടൈമിൽ തന്നെ ഞാനിടും. രണ്ട് പ്രാവശ്യമൊന്നും ഇടാൻ നിൽക്കില്ല. തോനെയുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇടും. എല്ലാ മീനും അഡ്ജസ്റ്റ് ചെയ്തിടും. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പം ഒന്നൊക്കെ സെറ്റായിക്കോളും. നമ്മുടെ മീനൊക്കെ ഒന്ന് സ്ഥലം റെഡി ആയിക്കോളും. അപ്പം ആ നേരം കൊണ്ട് തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ മീനിന് വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മസാലയ്ക്ക് ഇടാതിരുന്നത്. നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി അത് സിമ്മിൽ കിടന്ന് അത് മൊരിയട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ കറി ഉണ്ടാക്കാം. ഇപ്പോൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇടും. ഞാൻ മീനിൽ അധികം ആരും മല്ലിപ്പൊടി ഇടാറില്ല. ഞാൻ കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ചിടും, ടേസ്റ്റ് ഉണ്ടാവും. മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടും. പിന്നെ മീൻ മസാല ഒന്നും ചേർക്കാറില്ല പൊതുവെ. മീൻ മസാല ചേർത്താൽ മീനിന് വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പം ഞാനത് ചേർക്കാറില്ല. ഇത്ര പൊടിയേ ചേർക്കുള്ളൂ. അത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കും. അപ്പോഴും നമ്മുടെ മീൻ കറി കുറച്ച് കട്ടി ഉണ്ടാവും. നല്ലോണം വെന്തിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. അതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ പുളിവെള്ളം ഒന്ന് ഒഴിച്ച് നമുക്ക് മീനിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മീനൊന്ന് വേവുന്ന വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിടണം. ഇത് മറിച്ചിടലാണ് അതിലും വലിയ ഒരു പോരാട്ടമാണ്. ഒന്നാമത് ചെറിയ മീനാണ്, പിന്നെ അത് മറിച്ചിടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും അതൊക്കെ മറിച്ചിട്ട് നമുക്ക് ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. അയ്യോ, നമുക്ക് ഈ അടുക്കളയിലെ പാത്രം കഴുകലാണ് വലിയ യുദ്ധമാണ്. ഇത് എത്ര കഴിയാലും മതിയാവില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, എന്തിനു പറയണു. എന്തായാലും നമ്മുടെ പാത്രം കഴുകലൊക്കെ നമ്മൾ വേഗം കഴിച്ച് ഒന്ന് വൃത്തിയാക്കി എല്ലാം അപ്പം കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കുറേ ആവുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്.
ഇതാവണത് അപ്പം കഴുകി വെച്ചാൽ പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ ആ ഭാഗത്തേക്ക്. അപ്പോൾ ഏതായാലും നോമ്പിന് നമുക്കൊരു സമാധാനമുണ്ട്. ഇത്രയും പാത്രമൊന്നും കഴുകാണ്ടാവില്ല. നമുക്ക് വൈകുന്നേരത്തെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഉച്ചയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. മീൻ റെഡിയായി, മീൻ പൊരി റെഡിയായി. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പിലൊക്കെ ഇട്ട് അതൊക്കെ മൂടി വെച്ച് നമ്മുടെ ജോലി തീർന്നു. ഇനി നമുക്ക് രാത്രിക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ രാത്രിയിലെ പരിപാടി ആരംഭിച്ചു. ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയിലത്തെ പരിപാടിക്ക് വന്ന് ഏതായാലും എല്ലാം കൂടെ ഒരുമിച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വേറെ വേറെ ആയിട്ട് ഇടണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പട്ടാണി സോക്ക് ചെയ്ത് വെച്ച പട്ടാണി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് നമ്മൾ സാധാരണ ഉപ്പേരിമാരിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ പട്ടാണി കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുക. പട്ടാണി മാത്രമേ ഞാൻ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ സാധാരണ പോലെ തന്നെ തൂമിച്ചെടുക്കും. ഇത് നമ്മൾ ഒരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുക പട്ടാണി. അപ്പോൾ നമ്മളതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വേവിക്കാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞു വയ്ക്കാം. നമ്മളിതിന് സവാള ചെറുതായിട്ടാണ് അരിയുക. 1-2 സവാളയൊക്കെ എടുക്കാം. അധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അത് ഒരു പാത്രത്തിലിടാം. പച്ചമുളക് പിന്നെ ഞാൻ കുറച്ച് അധികം എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വീട്ടിൽ പച്ചമുളക് എരിവ് കുറച്ച് അധികം വേണം. അപ്പോൾ സവാളയും പച്ചമുളകും അരിഞ്ഞൊരു പാത്രത്തേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇടാം. കുറച്ച് അധികം ഇടണ്ട, നമ്മൾ പട്ടാണിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചിടാം. അതിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പട്ടാണിയിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. നമ്മൾ വെളുത്തുള്ളി തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പട്ടാണി ഇടാം. അല്ലെങ്കിൽ ഞാൻ പട്ടാണിയിൽ വെളുത്തുള്ളി ഇട്ടിട്ടാണ് വേവിക്കുക. ഇതിൽ വെളുത്തുള്ളി ഇടൂല, പട്ടാണിയിൽ വെളുത്തുള്ളി ഇടും. എന്നിട്ട് വേവിച്ചിട്ട് പട്ടാണി നമ്മൾ ഊറ്റി ആ മുട്ടയും സവാളൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇടും. കുറച്ച് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പട്ടാണി വെക്കുമ്പോൾ സാധാരണ പട്ടാണി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് നമ്മുടെ മിക്സ് ചെയ്ത പട്ടാണി ഇതിലിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ച് വേവിക്കാം. നല്ലോണം കത്തിക്കിട്ട് സിമ്മിൽ വെക്കാൻ പാടുള്ളൂ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മുടെ പട്ടാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പട്ടാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ വിശേഷം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോട്, നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.